നമ്മുടെ സംസ്ഥാനം ചെറുതായിരുന്നപ്പോൾ അതുപോലെ ഇത്തരം കാര്യങ്ങളിൽ മന്ത്രിമാരുടെ ഇടപെടലില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒരു വെള്ളപ്പൊക്കമോ ഒരു ചെറിയ ഉരുൾപൊട്ടലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ മന്ത്രിയൊന്നും വരില്ല. മന്ത്രി വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമായിരുന്നു പണ്ട്. അപ്പോൾ മന്ത്രിമാർക്ക് ഓടിയെത്താൻ ശരി പതുക്കെ എത്തുമ്പോഴെത്തും അങ്ങനെയായിരുന്നു. പിന്നെ അങ്ങനെയല്ല, റാപ്പിഡ് റെസ്പോൺസ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാലം വന്നു. ഇപ്പോൾ അങ്ങനെയാണ്. എൻ്റെ വീടിന് തീ പിടിച്ചു കഴിഞ്ഞാൽ ഫയർഫോഴ്സ് വരുന്നതിന് മുമ്പേ എൻ്റെ MLA അവിടെ എത്തിയിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ അയാളെ ചീത്ത പറയും. MLAമാർ എന്തൊരു ടെൻഷനിലാണ് ജീവിക്കുന്നറിയാമോ? മരിച്ച വീട്ടിലെല്ലാം പോകണം, ജനിച്ച വീട്ടിൽ പോകണം, കല്യാണ വീട്ടിൽ പോകണം, പാല് കാച്ചലിന് പോകണം. ഇങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനിലാണ് കേരളത്തിലെ MLAമാർ. സകല ഫങ്ഷനും ഇവർ പോകണം. പിന്നെ ഇത് ഇവരുടെ ഒരു സ്വഭാവമായിട്ട് അവർ വന്നിട്ടേ ശവമെടുക്കാവുള്ളൂ ശവദാഹത്തിന്. അങ്ങനെ ഞാനൊരു സ്ഥലത്ത് പോയി ബന്ധുമിത്രാദികളെല്ലാം ഉണ്ട്. അത്ര വയസ്സൊന്നും ആയില്ലെങ്കിലും മരിക്കാനുള്ള അടുത്തടുപ്പിച്ചുള്ള വയസ്സുള്ളൊരു മനുഷ്യൻ മരിച്ചു. എൻ്റെയും ഒരു റിലേറ്റീവാണ്. ഞാനവിടെ പോയി മണിക്കൂറുകൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പതുക്കെ മകനോട് ചോദിച്ചു, എന്താണ് ഇനി ആരെങ്കിലും വരാനുണ്ടോ എന്ന് ചോദിച്ചു. അല്ല, MLA വരുമെന്ന് പറഞ്ഞു. പുള്ളി വന്നിട്ട് വേണം ചെയ്യാനെന്നാണ് പറഞ്ഞത്. പുള്ളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. പുള്ളി പിന്നെയും 1 മണിക്കൂർ താമസിച്ചു. MLA വന്ന് ഒരു റീത്ത് വെച്ചു. ഇത് വയ്ക്കാൻ കാത്തിരുന്ന പോലെ റീത്ത് വയ്ക്കുകയും ബോഡി ലിഫ്റ്റ് ചെയ്ത ആൾക്കാർ കത്തിക്കാനായിട്ട് കൊണ്ടുപോയി. ഈ അവസ്ഥയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഫാസ്റ്റ് മൂവിങ് മിനിസ്റ്റേഴ്സ് ആവശ്യമാണ്. ഫാസ്റ്റ് മൂവിങ് വേണമെങ്കിൽ ഹെലികോപ്റ്റർ വേണം നിങ്ങൾക്ക്. അതില്ലാതെ പറ്റില്ല. നമ്മുടെ റോഡിലൂടെ വണ്ടി സ്ഥലം ഉണ്ടായിട്ട് വേണ്ട വണ്ടി ഓടിക്കാൻ. മുഖ്യമന്ത്രി ആയാലും ആരായാലും എന്താ, നമുക്ക് വണ്ടി ഒതുക്കാൻ മുഖ്യമന്ത്രി വരുന്നു, ഒന്ന് ഒതുങ്ങി കൊടുക്കാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഒതുങ്ങാൻ സ്ഥലമുണ്ടെങ്കിലല്ലേ ഒതുങ്ങാൻ പറ്റുള്ളൂ. മുഖ്യമന്ത്രി കടന്നു പോകും. ആ ഒരു അവസ്ഥയാണ് കേരളത്തിലെ റോഡുകൾക്ക് വീതി കൂടിയിട്ടില്ല. വാഹനങ്ങളുടെ എണ്ണം വല്ലാതെ പെരുകുകയും ചെയ്തു. അപ്പോൾ റോഡ് മാർഗം പെട്ടെന്ന് എത്തുക എന്നുള്ളത് അസാധ്യമായി. ഇനിയിപ്പോൾ ചെറിയ ഡ്രോണോ അതോ ഇതൊക്കെ വാങ്ങിച്ചു തുടങ്ങും ഓരോ MLAമാർ സ്വന്തമായിട്ട്. കാറിന് പകരം ഒരു ഡ്രോൺ. ഇപ്പോൾ ലക്ഷറി കാറിന് 20 ലക്ഷം 25 ലക്ഷം ഒക്കെ ഉണ്ടല്ലോ, 50ഉം 60ഉം ഒക്കെ ഉള്ളതുണ്ട്. അത് പോട്ടെ, ഒരു മിനിമം SUVക്ക് 25-30 എന്ന് വയ്ക്കുക. ഈ 30 ലക്ഷം രൂപയ്ക്ക് ഒരു ഡ്രോൺ കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ച് അതിൽ പറന്ന് ആൾക്കാരുടെ മുറ്റത്ത് പോയി ഇറങ്ങുന്ന സമ്പ്രദായം വരും. കാരണം അത്ര ഫാസ്റ്റായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നു, അത്ര ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത് ചെയ്യേണ്ടി വരുന്നു. ഇതൊക്കെ മൈനർ ഇഷ്യൂസാണ്, തീർത്തും മൈനറായ ബാലിശമായ കാര്യങ്ങളാണ്.